എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധി വികാസത്തിനൊക്കെ ആയിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതും. അപ്പം ആരോഗ്യമുള്ള ശരീരത്തിൽ നിന്ന് ആരോഗ്യമുള്ള ചിന്തകൾ ഉണ്ടാവും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ എഗ്ഗാണ് പറയുന്നത്. ഒരു മുട്ട നമ്മൾ ദിവസം അവർക്ക് കൊടുക്കാൻ നോക്കുക. കാരണം മുട്ട എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ കലവറയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. പുഴുങ്ങി തന്നെ കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതും ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. മുട്ടയിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ എല്ലിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. പിന്നെന്താണ്, കുഞ്ഞുങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മൾ മുട്ട കഴിക്കുന്നത് വഴി ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ നാഡീ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമാക്കാനും നമ്മൾ എഗ്ഗ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എഗ്ഗ് കൊടുക്കുന്നത് എന്തുകൊണ്ടും ഒരുപാട് നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് പഴമാണ്. പഴം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ദിവസത്തിൽ ഒന്ന് വെച്ചെങ്കിലും കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ പഴത്തിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം അതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ്, പഴം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പഴം കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധിവികാസത്തിനും നമുക്ക് ഒരുപാട് നല്ലതാണ്. അടുത്തത് പാലാണ്. പാല് നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 2 വയസ്സ് വരെ നമ്മൾ കുഞ്ഞിന് അമ്മയുടെ പാല് തന്നെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ പശുവിൻ പാല് അല്ലെങ്കിൽ ആട്ടിൻ പാല് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് നല്ലതാണ്. നമ്മൾ പാലിൽ കാൽസ്യം, പ്രോട്ടീൻ, അയഡിൻ, പൊട്ടാസ്യം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ആട്ടിൻ പാല് പശുവിൻ പാലിനേക്കാൾ ഒരുപാട് ഗുണം കൂടുതൽ ആട്ടിൻ പാലിനാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ നോക്കാം. അതിനുശേഷം നമുക്ക് പറയാനുള്ളത് തൈര്. പാലിൻ്റെ പോലെ തന്നെ ഒപ്പം ഒരുപാട് ഗുണങ്ങളുള്ളതാണ് തൈര്. അതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ കോൾഡ് ഉള്ള സമയത്ത് നമ്മൾ തൈര് കൊടുക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം തൈര് തണവായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അത് കോൾഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തും പിന്നെ രാത്രിയും നമ്മൾ തൈര് കൊടുക്കാതിരിക്കാം. പിന്നെ മുട്ട, മാംസം അതിൻ്റെ കൂടെ തൈര് കൊടുക്കാതിരിക്കുക കേട്ടോ. പിന്നെ അടുത്തത് പറയാനായിട്ടുള്ളത് വാൾനട്ടാണ്. നമ്മൾ നട്ട്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് വാൾനട്ട് എന്നുള്ളത്. കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിന് ഒരുപാട് സഹായിക്കുന്നതാണ്. ബ്രെയിൻ സെൽസ് ആക്റ്റീവ് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു നട്ട്സാണ് നമ്മുടെ വാൾനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഷേപ്പിൽ തന്നെ ഇരിക്കുന്ന വാൾനട്ടും കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ. അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത് ഇലക്കറികളാണ്. ഇലക്കറികൾ നമ്മൾ അവരുടെയൊക്കെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് നല്ലതാണ്. അതിൻ്റെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഇപ്പം നമുക്ക് മൈക്രോ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കാം. നമുക്ക് സ്ഥലമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇലക്കറികൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത് മുളപ്പിച്ചിട്ടില്ല നമ്മൾ ചെറുപയർ അല്ലാന്നുണ്ടെങ്കിൽ കടല അതൊക്കെ നമ്മൾ മുളപ്പിച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഒരുപാടാണ്. മുളപ്പിച്ച പയർ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ അത് അവരുടെ ബ്രെയിൻ വികാസത്തിനും അതിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, എള്ളാണ്. എള്ള് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. എള്ളെന്ന് പറഞ്ഞാൽ എള്ളോളം എല്ലാ എള്ളിൻ്റെ ഗുണങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ എല്ലിനും പല്ലിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ബ്ലഡ് സർക്കുലേഷന് ഒക്കെ എള്ള് സഹായിക്കുന്നു. എള്ള് നമ്മൾ 2 നുള്ള് അവർക്ക് രാവിലെ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ പറയുന്ന ബ്രഹ്മിയാണ്. ബ്രഹ്മി നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങളുടെ ബുദ്ധി വികാസത്തിന് ഒരുപാട് നല്ലതാണ് ബ്രഹ്മി. അപ്പം നമ്മൾ ഞാൻ മോൾക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതിലെ നമ്മൾ എന്താ ചെയ്യുക, ബ്രഹ്മിയുടെ കൂടെ വയമ്പും അത് അരച്ചിട്ട് മോൾക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രഹ്മി കൊടുക്കുന്നത് നല്ലതാണ്. 1 വയസ്സിന് ശേഷം നമുക്ക് കൊടുക്കാം. നമുക്കത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ബ്രഹ്മി നമുക്ക് കുറച്ച് സ്ഥലം മതി, അത് പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ അത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കാം.
നമുക്ക് പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട തന്നെ ഉണ്ടായിക്കോളൂ. അപ്പോൾ നമ്മൾ ബ്രഹ്മി വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. പിന്നെ പറയാനുള്ളത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി എന്ന് പറയുന്നത് നമ്മൾ തന്നെ കൊടുക്കുന്നതും അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് അത് ആ നീര് പിഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിൽ നമുക്ക് പറയുകയാണെങ്കിൽ പൊട്ടാസ്യം, കാൽസ്യം, വിറ്റമിൻ സി, വിറ്റമിൻ B6 അങ്ങനെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഉണക്കമുന്തിരിയിൽ. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് തടി കുറഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമ്മൾ പറയുന്നത് ഫിഷ് നോക്കുകയാണെങ്കിൽ നമ്മൾ ചാള അല്ലെങ്കിൽ മത്തി എന്നൊക്കെ പറയും. അത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ചാളയിൽ അടങ്ങിയിട്ടുള്ള അയേൺ, ഫോസ്ഫറസ്, കാൽസ്യം, പൊട്ടാസ്യം അതൊക്കെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മളത് കറി വെച്ച് തന്നെ കൊടുക്കാൻ നോക്കുക, എണ്ണയിലാക്കാതെ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോഴാണ് ഗുണം കിട്ടുക. പിന്നെ എന്താണ്, നമ്മൾ ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആവക്കാഡോ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് നല്ലതാണ്. ബട്ടർ ഫ്രൂട്ട് എന്നും പറയും. അതുപോലെ തന്നെ നമ്മൾ പേരയ്ക്ക കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് വൈറ്റമിൻസും ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ കൊടുക്കാം. ആപ്പിളിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാലോ നല്ലോണം. ആപ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഫ്രൂട്ട്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മാതള നാരങ്ങ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇത്തരം ഫുഡ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.